ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ചേച്ചിക്ക് നാളെ വിഷാന്നുള്ള ബോധമില്ല? എനിക്ക് നാളെ വിഷാന്നുള്ളതൊക്കെ നല്ലോണം ബോധമുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവർക്കൊന്നും അതൊരു ബോധമില്ലെന്നാണ് തോന്നുന്നത്. അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത്? ഞാൻ നമ്മളെ അമ്മയെയും അച്ഛമ്മയും കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഇത്ര വിഷയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, അവരാദ്യം കരുതണം. അതെ, ഞാൻ അച്ഛനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ, അച്ഛാ പടക്കം കൊണ്ടുപോവാന്ന്. ഇപ്പൊ അച്ഛനെയും കാണാനില്ല, പടക്കത്തിനെയും കാണാനില്ല. അച്ഛൻ ടൗണിൽ പോയിരിക്കല്ലേ, കൊണ്ടുവരും, നീ ക്ഷമിക്ക്. അച്ഛൻ ഇപ്പൊ വരും കരുതി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. അച്ഛനാണെങ്കിൽ കാണുന്നില്ല, അപ്പുറത്തെ പിള്ളേരാണെങ്കിലോ ഒക്കെ പടക്കം പൊട്ടിക്കൽ തുടങ്ങി. നീ എല്ലാം കഴിഞ്ഞിട്ടേ അച്ഛൻ വരുള്ളൂ. മോളെ മീനുട്ടി, നീ ക്ഷമിക്ക്, അച്ഛൻ വരും. നിന്റെ പോലെ അച്ഛൻ വെറുതെ ഇരിക്കുന്നല്ലോ, അച്ഛന് ജോലിയില്ലേ? ജോലി കഴിഞ്ഞ അച്ഛൻ വരൂ പടക്കം കൊണ്ട്. വരുമായിരിക്കൂലേ? ആടി വരുന്നേ. ആ ചേച്ചി, നമുക്ക് വിഷു കളറാക്കണം കേട്ടോ. പിന്നല്ല, അതെപ്പോ ചോദിച്ചാ മതി. നമ്മളല്ലെങ്കിലും അതിനൊന്നും യാതൊരു മുടക്കം വെച്ചിട്ടില്ല, നിനക്കറിയില്ലേ? പടക്കൊന്ന് കൈ കിട്ടിക്കോട്ടെ, എന്നിട്ട് വേണം ഉഷാറാക്കാൻ. അതെ, ഞാനും അതിന് തന്നെ കാത്തിരിക്കുന്നേ. കഴിഞ്ഞ പ്രാവശ്യം നേരെ പടക്കം പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. ഈ അച്ഛമ്മയാണെങ്കിലോ കൈ പൊള്ളും, കുഞ്ഞാണ് കൊച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് പടക്കം പൊട്ടിക്കാനും സമ്മതിച്ചില്ല. ഇത്തവണ ഞാൻ നല്ലോണം പൊട്ടിക്കുട്ടാ ചേച്ചി. നീ പൊട്ടിച്ചോടി, നിന്റെ കൂടെ ഞാനില്ലേ. ഒടുക്ക പടക്കം കാണുമ്പോ ചേച്ചിയുടെ സ്വഭാവം മാറാതിരുന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചെറിയൊരു പേരുണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, അത് മാറിക്കണോ? ആര് പറഞ്ഞു മാറിക്കണോന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എങ്കിൽ നീ കണ്ടോ ലൈവായിട്ട് തന്നെ ഞാൻ പടക്കം പൊട്ടിക്കുന്നത്, അത് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവുമല്ലോ. പൊന്നാ ചേച്ചി, അച്ഛമ്മേനെ എനിക്ക് പേടി. എനിക്ക് അച്ഛമ്മ പടക്കം തരികയില്ല. ഇല്ല പടക്കമൊക്കെ അച്ഛമ്മ മേടിച്ചു വെച്ചു ആദ്യം, എന്നിട്ട് അച്ഛമ്മ തന്നെയാണ് പൊട്ടിച്ചു. ഇത്തവണ ഞാൻ അത് സമ്മതിക്കില്ല. അത് നീ പറഞ്ഞത് കറക്റ്റാ. ഇത്തവണ നമുക്ക് അച്ഛമ്മക്ക് ഒരു പണി എടുക്കാം. പണിയോ? എന്ത് പണി? അങ്ങനെ കാര്യമായിട്ടുള്ള പണിയൊന്നല്ല, ഒരു ജസ്റ്റ് പറ്റിക്കൽ, അത്രേ ഉള്ളൂ. എന്താ ചേച്ചി കാര്യം പറ. കാര്യം കപ്പ പറയടി, നീ ക്ഷമിക്ക്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ, അപ്പൊ അതിന്റെ ത്രില്ലാണ് പോകും. പിന്നെ നിന്നോട് കാര്യം പറയാനുണ്ട് എനിക്ക്. എന്ത് ചേച്ചി, എന്താ കാര്യം? നാളെ വിഷുവായിട്ട് നമ്മുടെ വീട്ടിൽ നീതുവാന്റെ പിള്ളേരൊക്കെ വിരുന്ന് വരും. അതെനിക്കറിയാലോ. അതല്ല പറഞ്ഞത്, നീതുവാനിയുടെ സ്വഭാവം നിനക്കറിയാലോ. അത് ഞാൻ നിനക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിന്റെ സാധനങ്ങളൊക്കെ നീ വേണമെങ്കിൽ നല്ലോണം സൂക്ഷിച്ചു വെച്ചോ. പിന്നെ അത് കാണാനൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ശരിയാ, ചേച്ചി പറഞ്ഞ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ടോയ്സ് ഞാൻ ആശിച്ച് വാങ്ങിയ ഒരു ഡോൾ ഉണ്ടായിരുന്നു, അത് നീതുവാനി വന്നപ്പോ കൊണ്ടുപോയില്ലേ? അതെ, അത് തന്നെ പറഞ്ഞത്. നമ്മളടുത്തുള്ള ടോയ്സ് ഒക്കെ കാണുമ്പോ അവർക്കത് കൊണ്ടുപോകണമെന്ന് തോന്നാണ്. നമ്മൾ എന്തെങ്കിലും പറയാൻ നിന്നാലോ അച്ഛമ്മ സമ്മതിക്കൂല. അച്ഛമ്മന്റെ സ്വഭാവം നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല ചേച്ചി, അച്ഛമ്മന്റെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം. എന്റെ ടോയ്സ് നീതുവാനിക്കും പിള്ളേർക്കും എടുത്തു കൊടുത്തത് തന്നെ അച്ഛമ്മയാ. അതുകൊണ്ട് തന്നെ പറഞ്ഞ നിന്റെ സാധനങ്ങൾ നീ സൂക്ഷിച്ചു വെക്കാൻ. എന്റെ സാധനം ഞാൻ ആർക്കും നീ കൊടുക്കില്ല. ഞാനത് ഭദ്രമായിട്ട് അലമാറയിൽ പൂട്ടി വെച്ചോളാം. അത് തന്നെയാ നല്ലത്. ഞാനൊക്കെ എന്റെ എപ്പോഴോ സേഫാക്കി കഴിഞ്ഞു, ഒക്കെ ഭദ്രാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി അത് കൊള്ളാലോ. അവര് വരുന്നതിന് മുമ്പ് തന്നെ ചേച്ചിയുടെ സാധനങ്ങളൊക്കെ സേഫാക്കി വെച്ചല്ലേ. പിന്നല്ല, എന്തെങ്കിലും പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ സൂക്ഷിച്ചു വെച്ചില്ലാന്നേ പറയുള്ളൂ. അതെ. നിങ്ങൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? നിങ്ങളെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. എന്താ അമ്മേ, എന്താ കാര്യം? കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയണത് തന്നെയാ ഞാൻ പറയാൻ വന്നത്. എന്താ അമ്മ കാര്യം പറ. നാളെ വിഷു ആണ്. നാളെ നമ്മുടെ വീട്ടിൽ പലരും വിരുന്ന് വരും. നിങ്ങൾക്കറിയുന്നതല്ലേ, നീതുവാന്റെ പിള്ളേരൊക്കെ വിരുന്ന് വരും. യാതൊരു കാരണവശാലും അവരായിട്ട് തല്ലുകൂടാൻ നിൽക്കരുത്. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും പ്രത്യേകം പറയാനുള്ളത് ഇത് രണ്ടും മാത്രമാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ അത് കാണാല ഇത് കാണാല എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊണ്ട് എൻ്റെ അടുത്ത് വരാൻ നിൽക്കരുത് രണ്ടാളും. വരില്ലമ്മേ, ഇത്തവണ തീർച്ചയായും ഇല്ല. എന്റെ സാധനങ്ങളൊക്കെ ഞാൻ സേഫാക്കി കഴിഞ്ഞു ഓൾറെഡി. എന്റെ കാര്യം ഞാൻ നോക്കിക്കഴിഞ്ഞു. ഇവളോട് പറഞ്ഞേക്ക്, മിന്നുമോളോട്. അവളുടെ സാധനമാണ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത്. മിന്നുട്ടി, നീ നിന്നോട് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിന്റെ സാധനങ്ങളൊക്കെ നീ തന്നെ സൂക്ഷിച്ചോ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നീ നിന്റെ സാധനം എന്തോ കാണാലാന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഇത്തവണ ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും. അവർ നമ്മുടെ ഗസ്റ്റാണ്, അവരെ നമ്മൾ സ്വീകരിക്കുക ചെയ്യേണ്ടത്. സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കണം. ഒരു വഴക്കിന് നിങ്ങൾ രണ്ടുപേരും നിൽക്കരുത്. ഞാൻ പറയുന്നത് വല്ലതും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അമ്മേ, മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളായിട്ടൊന്നും നിൽക്കില്ല അമ്മേ. അവരായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞു മോളെ? അല്ല അമ്മേ, അച്ഛമ്മ അവർക്കല്ലേ സപ്പോർട്ട്, അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. അത് സാരല്ല. ഏതായാലും നിങ്ങൾ മാറ്റി റെഡിയാവാൻ നോക്ക്. അച്ഛനിപ്പോ വിളിച്ചിരുന്നു, പടക്കം കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അച്ഛനിപ്പോ വരുമോ? അതെ, അച്ഛനിപ്പോ വരും. എടി, നീ കേട്ടില്ലേ അച്ഛന് പടക്കം കൊണ്ട് വരുന്നുണ്ടെന്ന്? ചേച്ചി, ഞാൻ കേട്ടു. എങ്കിൽ ചേച്ചി അച്ഛൻ വരുമ്പോഴേക്കും നമുക്ക് പടക്കം പൊട്ടിക്കാം. എന്റെ മക്കൾക്ക് ഞാന് ഇന്ന് കൈ നിറയെ പടക്കം കൊടുത്തിട്ടുണ്ട്. ആണോ അച്ഛാ? ഹായ്, ഞങ്ങൾ കാത്തിരിക്കായിരുന്നു പടക്കം പൊട്ടിക്കാൻ. മത്താപ്പും കമ്പിത്തിരിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അച്ഛാ. പിന്നല്ല, എല്ലാ മത്താപ്പും കമ്പിത്തിരിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ദിവസാ, നിങ്ങൾ നല്ലോണം എൻജോയ് ചെയ്യും. എന്റെ പൊന്നച്ഛൻ.